നമസ്കാരം. സോഷ്യൽ മീഡിയയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. അത് സത്യം ഇടയ്ക്കിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. കടലിലേക്ക് വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പി പോലെ അത് ഓരോ തിരയിലും വീണ്ടും തീരത്തേക്ക് തിരിച്ചു വരും. രാഷ്ട്രീയ സ്വയം സേവക് സംഘ് തലവൻ മോഹൻ ഭാഗവത് ഇപ്പോൾ അങ്ങനെയൊരു കുടുക്കിലാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സംവരണം എന്ന ആശയത്തിനെതിരെ വാദിക്കുന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് പറയേണ്ട സ്ഥിതിയിലാണ് ഇപ്പോൾ RSS തലവൻ. സംഘം സംവരണത്തിന് എതിരാണെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ പറയുന്നു. ഭരണഘടന നൽകുന്ന എല്ലാ തരം സംവരണങ്ങൾക്കും സംഘം പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നു. സാമൂഹിക അസമത്വം നിലനിൽക്കുന്നിടത്തോളം സംവരണം നൽകിയിട്ടുള്ളവർക്ക് അത് തുടരണമെന്ന് സംഘം ആവർത്തിക്കുന്നു എന്നൊക്കെയാണ് ഭാഗവത് ഇപ്പോൾ പറയുന്നത്. ഭാഗവത് വ്യാജമായി അവകാശപ്പെടുന്ന വീഡിയോയുടെ തെളിവുകളിലേക്ക് കടക്കാതെ സംഘപരിവാർ ഒരിക്കലും സംവരണത്തിനെതിരെ നിലകൊണ്ടിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാണോ എന്ന് പരിശോധിക്കുന്നത് രസകരമാണ്. ഭാഗവത് ഇപ്പോൾ അവകാശപ്പെടുന്നതിന് വിരുദ്ധമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ച RSSന്റെ നിരവധി നേതാക്കളുടെ പ്രസ്താവനകളുടെ കെട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തെളിവ് സഹിതം പ്രചരിക്കുന്നത്. 2017 ജനുവരിയിൽ RSSന്റെ പബ്ലിസിറ്റി മേധാവി മൻമോഹൻ വൈദ്യ പറഞ്ഞത് വ്യത്യസ്തമായ സന്ദർഭത്തിലാണ് സംവരണം ഏർപ്പെടുത്തിയതെന്നും അതിന് സമയപരിധി ഉണ്ടായിരിക്കണമെന്നും ഒക്കെയാണ്. SC/STക്കുള്ള സംവരണം മറ്റൊരു സന്ദർഭത്തിലാണ് അവതരിപ്പിച്ചത്. അവരോട് ചെയ്ത ചരിത്രപരമായ അനീതി പരിഹരിക്കാൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതിനാൽ അവർക്കുള്ള സംവരണം ഭരണഘടനയുടെ തുടക്കം മുതൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് ശാശ്വതമായി തുടരുന്നത് നല്ലതല്ലെന്ന് അംബേദ്കർ പോലും പറഞ്ഞിട്ടുണ്ട്. അതിന് ഒരു സമയപരിധി ഉണ്ടായിരിക്കണം. ജയ്പൂർ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വെച്ചാണ് വൈദ്യ അപ്രകാരം പറഞ്ഞത്. സംവരണം എക്കാലവും തുടരുന്നത് വിഭാഗീയതയെ പ്രോത്സാഹിപ്പിക്കും എന്നുകൂടി വൈദ്യ തന്റെ പ്രസംഗത്തിൽ പരാമർശിക്കുന്നുണ്ട്. മറ്റൊരാൾ സാക്ഷാൽ KN ഗോവിന്ദാചാര്യയാണ്. 2016 ഭരണഘടനാ സംവരണത്തിൽ ഒതുങ്ങരുത് എന്നാണ് RSS സൈദ്ധാന്തികനായ ഗോവിന്ദാചാര്യ വിലപിച്ചത്. ഭരണഘടനയ്ക്ക് ഒരു പുതിയ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ച ആചാര്യ സംവരണം തുടരുന്ന കാര്യത്തിൽ കൂടുതൽ എന്തു ചെയ്യണമെന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുമെന്നും പ്രത്യേകം എടുത്തു പറഞ്ഞു. നമ്മുടെ ഭരണഘടന വളരെ അവ്യക്തവും നിർദ്ദിഷ്ടമല്ലാത്തതും അടിസ്ഥാനപരമായി ഹോബ്സ്, ലോക്ക്, കാന്റ് എന്നീ ദാർശനികരുടെ പാശ്ചാത്യ തത്വചിന്തകളുടെ തുടർച്ചയുമാണ്. ഇത് വ്യക്തി കേന്ദ്രീകൃതവും അവന്റെ ശാരീരിക ക്ഷേമത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുമാണ്. നമ്മുടെ നാഗരികത 4000-5000 വർഷം പഴക്കമുള്ളതാണ്. ഒരു പുതിയ ഭരണഘടന ആവശ്യമാണെന്ന് താൻ കരുതുന്നത് എന്തുകൊണ്ടാണെന്ന് ന്യായീകരിക്കാൻ ശ്രമിച്ച ഗോവിന്ദാചാര്യ നിലവിലെ ഭരണഘടനയിലുള്ള അതൃപ്തിയാണ് പരസ്യമായി പ്രകടമാക്കിയത്. മറ്റൊരു പ്രധാനിയായ MG വൈദ്യ 2015 ഇപ്പോൾ സംവരണത്തിന്റെ ആവശ്യമില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. സംവരണം നിർത്തലാക്കണമെന്ന് 2015 നടന്ന ഒരു അഭിമുഖത്തിലാണ് RSS സൈദ്ധാന്തികൻ MG വൈദ്യ പറഞ്ഞത്. ഇപ്പോൾ ജാതി അടിസ്ഥാനമാക്കിയുള്ള സംവരണത്തിന്റെ ആവശ്യമില്ല. കാരണം ഒരു ജാതിയും പിന്നാക്കം പോയിട്ടില്ല. പരമാവധി SC-കൾക്കും ST-കൾക്കുമുള്ള സംവരണം 10 വർഷത്തേക്ക് മാത്രം നിജപ്പെടുത്തുക. അതിനുശേഷം ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണം പൂർണ്ണമായും നിർത്തലാക്കുക എന്നാണ് വൈദ്യ മാധ്യമ അഭിമുഖത്തിൽ ആവശ്യപ്പെട്ടത്. ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണം ജാതി വിഭജനങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിനു പകരം അവയെ ശക്തിപ്പെടുത്തി എന്ന പക്ഷക്കാരനാണ് വൈദ്യ. ഇപ്പോഴത്തെ മേധാവി മോഹൻ ഭാഗവത് ആകട്ടെ 2015 സംവരണ നയം പുനഃപരിശോധിക്കണം എന്ന ആവശ്യമുയർത്തി രംഗത്ത് വന്നിരുന്നു. സംവരണ നയം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണെന്നും അതിനാൽ പുനഃപരിശോധിക്കണമെന്നും ഭാഗവത് അന്ന് ആവശ്യപ്പെട്ടു. സമൂഹത്തിൽ നിന്നുള്ള ചില പ്രതിനിധികൾ ഉൾപ്പെടെ സാമൂഹിക സമത്വത്തിനായി പ്രതിജ്ഞാബദ്ധരായവരുടെയും ഒരു കമ്മിറ്റി രൂപീകരിക്കുമെന്ന് പറഞ്ഞ ഭാഗവത് ഏതൊക്കെ വിഭാഗങ്ങൾക്ക് സംവരണം വേണമെന്നും എത്ര കാലം വേണമെന്നും അവർ തീരുമാനിക്കണമെന്നും വ്യക്തമാക്കിയിരുന്നു. സ്വയംഭരണ കമ്മീഷനുകൾ പോലെയുള്ള രാഷ്ട്രീയേതര സമിതിയാണ് സംവരണം നടപ്പാക്കൽ അതോറിറ്റി ആകേണ്ടത് എന്ന ആശയമാണ് ഭാഗവത് മുന്നോട്ട് വെച്ചത്. സത്യസന്ധതയ്ക്ക് വേണ്ടി രാഷ്ട്രീയ അധികാരികൾ ആ കമ്മിറ്റിയുടെ മേൽനോട്ടം വഹിക്കണം എന്നും പറഞ്ഞ ഭാഗവത് 2019 എത്തിയപ്പോൾ സ്വന്തം നിലപാട് വ്യക്തമായി പറയുന്നതിൽ നിന്നും പിന്നാക്കം പോയി. എന്നാൽ സംവരണത്തെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിൽ യോജിപ്പുള്ള അന്തരീക്ഷത്തിൽ സംഭാഷണം നടക്കണമെന്ന അഴകൊഴമ്പൻ നിലപാടാണ് അന്ന് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയെയും അത് വിഭാവനം ചെയ്യുന്ന ജാതി സംവരണത്തെയും ഒരു കാലത്തും അംഗീകരിക്കാതെ മുന്നോട്ട് പോയ പ്രസ്ഥാനമാണ് RSS എന്ന് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് അവകാശപ്പെട്ട് മുന്നോട്ട് വന്നാലൊന്നും ജനം വിശ്വസിക്കില്ലെന്ന് ചുരുക്കം.